നമസ്കാരം. നമസ്കാരം. കൺഗ്രാറ്റ്സ്. ദാറ്റ് വാസ് എ ഗുഡ് ഷോ. വളരെ നന്നായിരുന്നു. അടുത്ത കാലത്തെങ്കിലും ഇതുപോലൊരു പെർഫോമൻസ് കണ്ടിട്ടില്ല. നല്ല ശാരീരം. സാർ അടുത്ത കാലത്തൊന്നും ഡാൻസ് കണ്ടിട്ടില്ല അല്ലേ? എന്താടോ? ഒന്നുമില്ല. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനാ മിസ്റ്റർ വെട്ടൂഴി. ഇത് ഡോക്ടർ ദിനേശൻ, BSc MBBS. സ്വന്തമായിട്ട് രാജ്യത്തിന് നടത്തുക. കലകളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാ. ഇവനാ പറഞ്ഞത് മോളെ വന്ന് അഭിനന്ദിച്ചിട്ട് പോകാം. അല്ല, ശബരിയോ? വരൂ. നൃത്തം മനോഹരമായിരുന്നു. ഞാൻ വിചാരിച്ചു ശബരി വരില്ല എന്ന്. ക്ഷമിക്കണം, വരാൻ കുറച്ച് വൈകിപ്പോയി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ എന്തെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഒന്ന് ആളൊഴിഞ്ഞ് കിട്ടിയിട്ട് വേണ്ടേ? എപ്പോഴും തലയ്ക്കകത്ത് 100 കൂട്ടം കാര്യങ്ങളാ. ജോലിയിൽ നിന്ന് പിരിയാൻ കാലത്തെങ്കിലും ഒന്ന് സ്വസ്ഥാവെന്ന് കരുതിയപ്പോഴാ ഒരു എൻക്വയറി കമ്മീഷൻ. വല്ലാതെ റിസർവ്ഡ് ആയിരിക്കുന്ന ജീവിതം. നമുക്ക് ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരുമില്ലല്ലോ. മനസ്സിലുള്ളതൊക്കെ ആരോടാ ഒന്ന് തുറന്നു പറയാ? എന്നോട് പറഞ്ഞോളൂ മാലതി, ഞാനില്ലേ? ഇവിടെ വന്നാലെങ്കിലും മനസ്സമാധാനം കിട്ടുമെന്ന് കരുതി. ഞാനിങ്ങനെ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് മുഷിപ്പിക്കുന്നുണ്ടോ? ഇല്ല, അതൊക്കെ നിന്റെ തോന്നല. നിന്റെ ദുഃഖങ്ങളൊക്കെ എന്നോടല്ലാതെ മറ്റാരോടാ പറയുക? സുഖവും ദുഃഖവും ഒക്കെ മനുഷ്യജീവിതത്തിൽ സാധാരണയല്ലേ? എന്നാലും നമ്മളെപ്പോലെ ആരും ഉണ്ടാവില്ല. One, two, three, four. അങ്ങനെ ഇരിക്കെ. എന്റെ നിർമ്മലേ, ഒന്ന് താന്ന് കളിക്കേ. ശിവരാത്രി ദിവസം 4 പേര് കാണേണ്ടല്ലേ? ഒന്ന് താന്നിരുന്നാൽ എന്താ? വലത്തെ കൈ എടുക്ക. അങ്ങനെ എന്തോ അധികാരിയുടെ മോന്റെ കല്യാണല്ലേ? ഞാൻ തീർച്ചയായും വരും. ശബരിയും ഇവനും ഒരേ പ്രായക്കാരാ. നമസ്കാരം. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴേ നടത്തണമെന്നുണ്ടായിരുന്നു. പെണ്ണന്വേഷിച്ച് നടന്ന് ഉണ്ടായിരുന്ന ലീവും തീർന്നു. ഇപ്പൊ ലീവ് എത്ര ഉണ്ട്? 1.5 മാസം കൂടി. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും കുട്ടി ദുബായിക്ക് പോവായിരിക്കും. ഇല്ല, അച്ഛനും അമ്മയ്ക്കും വയസ്സായില്ലേ? അവരോട് തനിച്ചല്ലേ. അമ്മയ്ക്ക് അച്ചാൽ വാദത്തിന്റെ അസ്കിയത. ഇത് മാഷ്കുള്ളതാ. എന്താ ഇത്? കുറച്ച് തുണിത്തരങ്ങളാ. മാഷ് ഇത് വാങ്ങണം. വാങ്ങിക്കണം. ശബരിയുടെ കല്യാണക്കാരി ഒന്നും ആയില്ലേ? അതൊക്കെ അങ്ങോട്ട് ചോദിക്ക. വല്ല ഉദ്യോഗവും കിട്ടിയാൽ അതിന് പോവുമോ? ഇല്ല. ഇത്രയും വലിയ വീട്ടില് ഞാനും ഈ തങ്കമണിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ സൽപുത്രം കേൾക്കുവോ? അതും ഇല്ല. ഓരോന്നിനൊരു സമയമില്ലേ? എല്ലാം തലയിലെഴുത്ത് പോലെ നടക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? അതൊക്കെ ഇനി ഒരിക്കലാവാം. ഇനിയും ഒരുപാട് സ്ഥലത്ത് ക്ഷണിക്കാനുള്ളതാ. ശബരിയെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചെന്ന് പറയണം. വരട്ടെ. നമുക്കിനി ഊണ് കഴിക്കുക. എന്താ? അവൻ വരുന്നവരെ കാക്കണ്ടേ? എന്ന് വെച്ചാ നമ്മള് പട്ടിണി കിടക്കുക. ഇന്ന് അവൻ വരാണ്ടിരിക്കില്ല. വരും വരും. വിളമ്പി കാത്തിരുന്നോ. അവൻ വരാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ വഴിപാട് നേർന്നിട്ടുണ്ട്. വെറുതെ സമയം കളയാതെ ചോറ് വിളമ്പാൻ നോക്ക്. ദശരഥ മഹാരാജാവിന് ആറ്റുനോറ്റ് 4 സന്താനങ്ങൾ ഉണ്ടായി. അവസാന കാലത്ത് ആരും അടുത്തുണ്ടായില്ല. അതൊരു ശാപത്തിന്റെ കഥ. ഇന്നത്തെ കാലത്ത് എല്ലാ പിതാക്കന്മാരും ദശരഥന്മാരാണ്. വയസ്സുകാലത്ത് മക്കൾ ആരും അടുത്തുണ്ടാവില്ല. തങ്കമണി ഇരുന്നോളൂ.
അമ്മ ചോറ് വിളമ്പമ്മേ, വല്ലാതെ വിശക്കുന്നു. ആ അമ്മ ഇരിക്കെ. പോടാ അവിടുന്ന്. ഒരു അടി വെച്ച് തന്നാലുണ്ടല്ലോ. ഇന്ന് എന്താ അമ്മേ വിശേഷം? ഓ, വിശേഷം എന്താണെന്ന് അറിയില്ലല്ലേ? പെറ്റ വയറിനെ ആ വിശേഷം അറിയാവും. ഇന്ന് നിന്റെ പിറന്നാളാണ് കൊരങ്ങ. അമ്മ ഇരിക്കെ, ഇന്ന് അമ്മയ്ക്ക് ചോറ് ഞാൻ വിളമ്പി തരാം. വേണ്ട വേണ്ട വേണ്ട, മിണ്ടാനോടെ ഇരുന്നാ മതി. അത്ര പൂതിയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യും. അമ്മയ്ക്ക് വെച്ച് വിളമ്പി തരാൻ ഒരു പെൺകുട്ടിയുടെ കൊണ്ട് നാക്ക്. അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും നിന്നെ കൊണ്ടുണ്ടാവട്ടെ. വീടായാലേ ഒരു ഒച്ചയും ബഹളവും ഒക്കെ വേണം. ഇവിടെ അതില്ല. ആ വിഷമം കൊണ്ടാ ഞങ്ങൾ ഈ പറയുന്നത്. എന്തോ ഒച്ചയും വേളവും ഇല്ല അല്ലേ? അമ്മയുടെ ശിക്ഷകണങ്ങൾ അവിടെ കിടന്ന് ചെവിട് പൊട്ടിക്കുന്നുണ്ടല്ലോ, അത് പോരായിരിക്കും. എന്നിട്ട് ഒച്ചയില്ല അന്ന്. ഓ, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. പല പ്രാന്തുകളും പറയുന്നവനാ നീ. അതിന്റെ കൂടെ കല്യാണമേ വേണ്ടെന്ന് കേൾക്കുമ്പോ കല്യാണമേ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈശ്വരോ രക്ഷതു, അത്രത്തോളം പുരോഗതി ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇവിടെ ഇപ്പൊ ഒരു സ്വപ്നത്തിന് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുള്ള സ്വപ്നം. നമ്മുടെ ശബരി കല്യാണം കഴിച്ചിരിക്കുന്നു. ഭാര്യ നല്ല തറവാട്ടി പറഞ്ഞ ഒരു പെൺകുട്ടി. കലപിലാന്നും പറഞ്ഞ് വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന 4 കുട്ടികളും. എത്ര കുട്ടികള്? 4. 5ാമത്തത് വയറ്റിലും ഉണ്ട്. വീട്ടിലാകെ ബഹളം. മുത്തച്ഛ മുത്തച്ഛ എന്നും പറഞ്ഞ് അവറ്റ മേലെ പിടിച്ച് തൂങ്ങുക. 4 ആൺകുട്ടികളാ. കണ്ടോ, സ്വപ്നത്തിലെ കാര്യമായാലും അത് അവക്ക് അറിയണം. എന്നാ കേട്ടോ, മൂത്തത് 3 ആണ്, 4ാമത്തത് പെണ്ണ്, 5ാമത്തതിന്റെ കാര്യം പിന്നെ പറയാൻ ഒക്കില്ലല്ലോ. ഞാൻ പിള്ളേരെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു. ചെവി കേക്കണ്ടേ? ഓ, എന്തൊരു ബഹളം. അപ്പോ ഉണ്ട് ദേ വരുന്നു അവന്റെ ഭാര്യ. അവള് നാക്കിട്ടടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കരുതി. എന്ത് കരുതി? അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചതേ അവതായിന്ന്. സ്വപ്നത്തിൽ കണ്ട കുട്ടികള് കാണാൻ നല്ല ചന്തമുണ്ടോ? അതിരിക്കട്ടെ, അവന്റെ ഭാര്യ എങ്ങനെയാണെന്ന് നീ എന്താ ചോദിക്കാത്ത? അവള് നല്ല സുന്ദരിയാവും. അതേമ്മേ, അവള് സുന്ദരിയാ, ഒരു മാലാഖയെ പോലെ. അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ മകളാ. ആര്? ഒരു ജഡ്ജി, രാജശേഖരൻ നായർ. ഓ, രാജനോ? ആ, രാജൻ ഈയിടെ ഏതോ ഒരു അഴിമതി കേസ് അന്വേഷണത്തിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ. തങ്കമണിക്ക് ഓർമ്മയില്ലേ, നമ്മളന്ന് രാമേശ്വരത്ത് പോയിട്ട് വരുമ്പോ ട്രെയിനിൽ വെച്ച് കണ്ടില്ലേ, രാജശേഖരനും ഭാര്യയും മോളും. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു അല്ലേ? അതിരിക്കട്ടെ, നിനക്ക് രാജനെ എങ്ങനെയാ പരിചയം? അറിയാം. തന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് നല്ല വാർത്തകള് വെള്ളത്തിൽ കിടന്ന് കേൾക്കാനാ യോഗം. താൻ ഇങ്ങോട്ട് കയറി വാടോ. എന്താ ചേരേട്ടാ, എന്താ കാര്യം? ഓ, തന്റെ നന്മകളുടെ സൂര്യോദയത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നു. അക്കാര്യം നേരിട്ട് പറയാനാ ഞാൻ വന്നത്. നേരോ? വിട് ചേരേട്ടാ, ഞാൻ ഈ തുണി ഒന്ന് മാറ്റിക്കോട്ടെ. ആ, കലാകാരന്മാരും ബുദ്ധിജീവികളും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല, പ്രത്യേകിച്ചും വലിയ പുരസ്കാരങ്ങൾ നേടിയവര്. ആ ശരി, ഒരു ഫോട്ടോ എടുക്കും. വേഷമൊക്കെ ഇത് മതി. ഇപ്പൊ എന്തു പറയുന്നു മാഷേ? ഇവൻ നന്നാവും, ഇനിയും നന്നാവും. ഈ അവാർഡും ഇവാർഡും ഒക്കെ അവനെ കേടുവരുത്തേ ഉള്ളൂ. ഇനിയിപ്പോ അവനെ വീട്ടിൽ ഒട്ടും കാണാതാവും. അതാ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയല്ല ചേച്ചി, ഇനി നമ്മൾ വരച്ച വരയിൽ ഇയാൾ വരും. നിങ്ങൾ നോക്കിയോ? എല്ലാം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയെങ്കിലും വീട്ടിൽ ഒതുങ്ങി നിൽക്കാനുള്ള വഴിയൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരിപ്പെടുത്താന്നേ. നല്ല ആളോടാ പറയുന്നത്. ശേഖർജിയുടെ കാര്യം അതിനേക്കാൾ കഷ്ടമല്ലേ? മക്കള് ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണുക വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാ മാഷേ. പക്ഷെ അത് മാത്രമല്ലല്ലോ ജീവിതം. ഉദ്യോഗം ഭരിച്ചത് കൊണ്ടോ ഒരു ശരാശരി കുടുംബജീവിതം നയിച്ചത് കൊണ്ടോ ഈ ലോകത്ത് ആരും മഹാന്മാരായിട്ടില്ല. ഇനി ചടങ്ങ് മൂപ്പിലമ്മ അങ്ങോട്ട് നിർവഹിക്കുക.
മാണിക്യ വീണാമുപലാലയന്തീം മദാലസാ മഞ്ജുള വാക്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീം മാതംഗ കന്യാ മനസാ സ്വരാമീം ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ കുണ്ട്രേഷു പാശാങ്കുച പുഷ്പപാണ ഹസ്തേ നമസ്തേ ജഗദൈക മാതാ. മോനെ, നിനക്ക് ദേഷ്യം തോന്നരുത്. എന്താ അമ്മേ? അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമാണ്, അടുത്ത കൊല്ലമെങ്കിലും ഈ ചടങ്ങ് നടത്തേണ്ടത് നീ കൊണ്ടുവരുന്ന പെൺകുട്ടിയാവണം. നമ്മുടെ താവഴിയില് അതിന് വേറെ ആരാ ഉള്ളത്? വീരമണികണ്ഠനീ ശരണമയ്യപ്പ, ശബരീരിനാഥനീ അയ്യപ്പ. നിൽക്കണു. ആ റപ്പായി അവിടെ നിൽക്കൂ. താൻ പൂജമുറിലോട്ട് കയറണ്ട. ഇയാൾക്കല്ല ശുദ്ധവും വൃത്തിയില്ല. ഞാൻ അങ്ങോട്ട് വരാം. അങ്കിൾ ഇങ്ങോട്ട് വരാന് ബാ. റപ്പായിക്ക് ഒരു 100 രൂപ കടം വേണല്ലോ. എന്താ കാര്യം? ഒരു അത്യാവശ്യത്തിന് ഞാൻ മടക്കി തരാം. ആ മനസ്സിലായി. അത്യാവശ്യത്തിനല്ലാതെ റപ്പായി ചോദിക്കാറില്ലല്ലോ. കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അടയ്ക്കാനാ. ഇവരുടെ മമ്മി പറഞ്ഞു പിള്ളച്ചേട്ടനോട് ചോദിച്ചാ മതിയെന്ന്. അത് ശരി. തന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ നന്നാവത്തുള്ളൂ. അതെ. മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നന്നാവില്ലേ? ഇല്ല. അതിന് 100 രൂപ മതിയാവോ? അവള് 250 രൂപ ചോദിക്കാൻ പറഞ്ഞു. ചേട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ കുറയ്ക്കണ്ട. ഒരു 1000 തന്നെ ആയിക്കോട്ടെ. തരുന്ന ഞാനല്ലേ. തന്റെ ഭാര്യയുടെ പ്രസവത്തിന് നമ്പർ 500 രൂപ മേടിച്ചുകൊണ്ട് താഴെ തിരിച്ചു തന്നോ? കുട്ടിക്ക് ഈ പ്രായമായല്ലോ. അത് ആദ്യത്തെ കുട്ടിയാ. ആ കുട്ടി പ്രസവത്തോട് മരിച്ചുപോയി. അപ്പൊ ഇതിന്റെ പ്രസവിച്ചാൽ ആരാ നോക്കിയത്? അതെന്റെ ഒരു പഴയ പരിചയക്കാരൻ. എന്നാൽ ആ പഴയ പരിചയക്കാരനോട് പോയി ചോദിക്കും, അവൻ തരും. എന്നെ കുറെ നാളായ നോക്കി വെച്ചിരിക്കുക. ഓടോ. പെണ്ണും പിടക്കോഴില്ലാത്ത ഇയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്? മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറുപ്പിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പറയാ? ആ, വക്കീലിനോടും ദല്ലാളിനോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നാ പറയാ. എന്തൊക്കെയായാലും നമ്മുടെ അന്തസ്സിലത്തൊരു ബന്ധം വേണമല്ലോ ശരിപ്പെടുത്താൻ. 2-3 ലക്ഷം രൂപ കൊടുക്കാൻ. അയ്യോ, സ്ത്രീധനം കൊടുത്തൊരു ബന്ധം അത് നമുക്ക് വേണ്ട കുറുപ്പ്. നിയമം അറിയാത്തോണ്ടല്ല, കാര്യം നടക്കണ്ടേ? രഹസ്യമായിട്ട് മതി. മാലതിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഏറ്റവും എല്ലാം അതിന്റെ സമയത്ത് നടക്കും. പ്രോജക്ട് എഞ്ചിനീയർ തന്നെ അന്യായമായി സ്ഥലം മാറ്റാനുണ്ടായത് സാർ. ഡാമിന്റെ പണിക്ക് പൊതു ടെൻഡർ നൽകാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം AT വാറുണ്ണിക്ക് സ്പെഷ്യൽ ഓർഡർ നൽകാൻ കൂട്ടു നിൽക്കാത്തോണ്ട്. മിസ്റ്റർ നമ്പ്യാർ, രാമപുരത്തുകാരനായ താങ്കൾ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റത്തിന് റിക്വസ്റ്റ് ചെയ്തതായ രേഖയുണ്ട്. ആ സ്ഥിതിക്ക് ഈ സ്ഥലം മാറ്റത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് സത്യവിരുദ്ധമല്ലേ? അല്ല, 1.5 വർഷം മുമ്പായിരുന്നു ട്രാൻസ്ഫർ റിക്വസ്റ്റ്. അന്ന് എന്റെ അമ്മ തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് എന്റെ അപേക്ഷയെ മാനിച്ചില്ല. പിന്നീട് ആ അപേക്ഷയെ ദുരുപയോഗപ്പെടുത്തി മനഃപൂർവ്വം സ്ഥലം മാറ്റുകയായിരുന്നു. മന്ത്രി രേഖാമൂലം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായി തെളിവുണ്ടോ? ഇല്ല, ഫോൺ മെസ്സേജ് ആയിരുന്നു. കനകം, ഇന്ന് ഇത്രയും മതി. പൊയ്ക്കുള്ളൂ. മാമു, തന്നോടല്ല പോകാൻ പറഞ്ഞത്. ഈ ഫയലൊക്കെ എടുത്ത് അകത്തോണ്ട് വയ്ക്കേ. താങ്ക് യു സർ. സോറി. തലയിൽ തേക്കാനുള്ള എണ്ണ എടുത്തു ശബരി? എടുത്തു. ഞങ്ങൾക്ക് നീ ഒന്നേ ഉള്ളൂ. നിനക്ക് അത്രയും ചുമതല കൂടുന്ന ആലോചിക്കണം. അമ്മയെ പുതിയ നോവലിന്റെ പണി തീർന്ന ഉടനെ ഞങ്ങൾ മടങ്ങിയെത്തില്ലേ. ഇവിടെ ഇരുന്ന് ഒന്നും നടക്കില്ല. ഇപ്പൊ ഒരു മുങ്ങല് മുങ്ങിയാൽ ബുദ്ധിജീവി ഇനി എപ്പോഴാണാവോ പൊന്തുക? എന്താച്ചത്? ഇത് കുറച്ച് മാമ്പഴ നമ്മുടെ പറമ്പിലുണ്ടായതാ. മാമ്പഴം എന്ന് വെച്ചാൽ രാജശേഖരന് വലിയ പ്രിയമാ. കൊണ്ട കൊടുക്ക. കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലപ്പറമ്പിൽ പുളിമാങ്ങ വെക്കാൻ പോയിട്ടുണ്ട്. തന്തനമ്പൂരുടെ ഇന്ന് തലയ്ക്ക് നല്ല കിഴുക്കും കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും. ആ, രാജനോട് പറഞ്ഞേക്ക് ഒരു ഓണത്തലിന് ഞാനങ്ങോട്ട് വരണ്ടെന്ന്. ആ, ഭഗവതിയെ തൊഴിലിട്ട് പോണേ മോനെ. വരട്ടെ.
എന്തൊക്കെ ആയാലും എനിക്ക് അവനെ പറ്റി അഭിമാനേ ഉള്ളൂ തങ്കമണി. മറുനാടുകളിൽ വളരെക്കാലം ജീവിച്ചപ്പോഴാ നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലായത്. എന്തായാലും നാട്ടിൻപുറത്തിന്റെ ശാലീനത ഒന്ന് വേറെ തന്നെയാണ്. സാറേ, ഡൽഹി കപ്പ കിട്ടുമോ? കാശ് കൊടുത്താൽ എന്തും കിട്ടും. അതെ. പക്ഷേ ഇവിടുത്തെ അത്ര ഫ്രഷ്നെസ് ഒന്നും ഉണ്ടാവില്ല. ശബരിയുടെ അച്ഛനും ഞാനും കടുമാങ്ങയും പപ്പടം ചുട്ടതും കൂട്ടി കഞ്ഞി കുടിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. നഗരത്തിലെ ഫാഷൻ ന്യൂഡിൽസും ക്രാബ് സൂപ്പൊക്കെ അല്ലേ? അന്ന് തന്ന കാസറ്റ് ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ശബരിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വിവരം ആദ്യം എന്നെ അറിയിച്ച ദേവിയ.